മിണ്ടരുത്, മിണ്ടാതിരിക്കാൻ. നിന്നോടാ പറഞ്ഞത് മിണ്ടരുത്, മിണ്ടാതിരിക്കാൻ. അവൻ ആരൊക്കെ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോഴും അവൻ വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു. എന്താണെന്നറിയാമോ അവൻ വിളിച്ചത്? ദാവീദ് പുത്ര യേശുവേ. അവൻ വീണ്ടും വിളിച്ചു. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവനോട് പറയുക, മിണ്ടരുത്, യേശുവിനെ ശല്യപ്പെടുത്തരുത്. അവർ അവനോട് പറയുന്നതനുസരിച്ച് അവൻ വീണ്ടും വീണ്ടും വിളിച്ചു, ദാവീദ് പുത്ര യേശുവേ, മിണ്ടരുത്, മിണ്ടരുത്. വീണ്ടും വീണ്ടും ഞങ്ങൾ നിന്നോട് പറഞ്ഞില്ലേ മിണ്ടരുത്. എന്നാൽ എത്രയോ അധിക പ്രാവശ്യം മിണ്ടരുത് എന്ന് അവർ പറഞ്ഞോ, അത്രയും അധികം ഉച്ചത്തിൽ അവൻ വീണ്ടും വീണ്ടും വിളിക്കാനായിട്ട് തുടങ്ങി, ദാവീദ് പുത്ര യേശുവേ എന്ന്. ഞാനിങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഒരുപക്ഷെ അവൻ അവൻ്റെ മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ചു കാണും, നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ നടക്കുമോ? ആവശ്യക്കാരൻ ഞാനല്ലേ. ഞാൻ വിളിച്ചാലല്ലേ എൻ്റെ ആവശ്യത്തിന് കർത്താവ് ഉത്തരം തരുകയുള്ളൂ. നിങ്ങൾക്കൊന്നും അല്ലല്ലോ ആവശ്യമുള്ളത്. നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെങ്കിലല്ലേ എൻ്റെ ആവശ്യം നിറവേറുകയുള്ളൂ. കാരണം ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആവശ്യക്കാരൻ ഒരിക്കലും പരിസരങ്ങൾ പോലും മറന്നു പോകും. കാരണം അവൻ്റെ ആവശ്യമാണ് എല്ലാത്തിനും ഉപരിയായി അവൻ്റെ മുന്നിൽ. നമ്മളവിടെ കാണുന്നത് ആവശ്യക്കാരൻ്റെ അടുത്തേക്ക് ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. എന്തായിരുന്നു അവൻ്റെ ആവശ്യം? അവന് കണ്ണിന് കാഴ്ച വേണം. ഈ കണ്ണിന് കാഴ്ച ഉള്ളവരാണ് അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. എന്നാൽ കണ്ണിന് കാഴ്ച ആവശ്യമുള്ളത് ആർക്കായിരുന്നു? അവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും വിളിച്ചത്. കാരണം അവൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്നിടം വരെ അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ വിളി ക്രിസ്തുവിൻ്റെ കാതിൽ എത്തുകയും ക്രിസ്തു അവൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് അവന് സൗഖ്യം കൊടുക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മിണ്ടരുത്, മിണ്ടാതിരിക്കട, നീ എന്തിനാ കിടന്ന് അലറുന്നത് എന്നൊക്കെ നമ്മളെ പലരും ശാസിച്ചെന്നിരിക്കും, കളിയാക്കിയെന്നിരിക്കും, മിണ്ടാതിരിക്കാൻ പറഞ്ഞെന്നിരിക്കും. എന്നാൽ നമ്മൾ ആവശ്യക്കാരനായിരിക്കുന്നിടത്തോളം കാലം, നമ്മുടെ അത്യാവശ്യം എത്രത്തോളം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വിളിച്ചെങ്കിലേ നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ വിളിക്കുന്നത് അവൻ്റെ കാതുകളിൽ നമ്മുടെ സ്വരം എത്തുകയുള്ളൂ. കാരണം നമ്മളാണ് ആവശ്യക്കാരൻ. മിണ്ടാതിരിക്കാൻ പറയുന്നവന് ആവശ്യങ്ങളൊന്നുമില്ല. കാരണം അവനെല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയവനാണ്. എൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ദൈവത്തോട് ദൈവസന്നിധിയിൽ ഞാൻ തന്നെ വേണം പ്രാർത്ഥിക്കുവാൻ. അതാണ് ഭർത്തിമായി പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിച്ച് അവൻ പ്രാർത്ഥിച്ചത് അല്ലേ? ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാം മറന്ന് അവൻ വിളിക്കുമ്പോൾ അവൻ്റെ വിളി എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തേണ്ട സമയത്ത് എത്തേണ്ടതുപോലെ എത്തുകയും അവൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെ ജീവിതത്തിൽ അത് ഫലമണിയുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ചുറ്റുപാടുകൾ നമ്മളോട് മിണ്ടാതിരിക്കാനും നമ്മളെ നിശബ്ദരാക്കാനും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ആവശ്യക്കാരനാണോ? നമ്മൾ നിലവിളിച്ചുകൊണ്ടേയിരിക്കണം ആവശ്യം നിറവേറുന്നിടം വരെ. അതുകൊണ്ടാണ് നമ്മളുടെ കണ്ണീര് ദൈവം കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനകളൊന്നും ഒരിക്കലും വിഫലമായി പോകുകയില്ല എന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബർത്തിമായിയെ പോലെ ആരെല്ലാം മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നമ്മുടെ എല്ലാം ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.